പടിഞ്ഞാറൻ കൊളംബിയയിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 77 പേർ കൊല്ലപ്പെടുകയും നിരവധി നഗരങ്ങളിലായി വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. സിയിലെ സാൻ ജോസ് ഡെൽ പാൽമറിനടുത്താണ് പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പെരേരയിൽ 18 പേരും മാനിസാലസിൽ 2 പേരും വലഡൽ കോക്കയിൽ 27 പേരും മരിച്ചതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ കുറഞ്ഞത് 3 കുട്ടികളും ഉൾപ്പെടുന്നു. തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകരും താമസക്കാരും തിരച്ചിൽ നടത്തി. പെരേര, ക്യൂബ്ഡോ, കാലി, മണിസാലസ് എന്നിവയുൾപ്പെടെ നിരവധി പടിഞ്ഞാറൻ നഗരങ്ങളെ ഭൂകമ്പം തകർത്തു. കൂടാതെ രാജ്യത്തുടനീളമുള്ള 20ലധികം മുനിസിപ്പാലിറ്റികളെയും ഭൂകമ്പം ബാധിച്ചു. മണിസാലസിൽ നഗരത്തിലെ നിയോഗോതിയുടെ ഒരു ഗോപുരം തകർന്നു. കൊളംബിയയിലെ ജിയോളജിക്കൽ സർവീസ് ഭൂകമ്പത്തെ രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പമായി വിശേഷിപ്പിച്ചു. 2.8ഉം 4.8ഉം തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർ ചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജൂൺ അവസാനം അയൽ രാജ്യമായ വെനസ്വേലയിൽ 5000-ലധികം പേർ കൊല്ലപ്പെട്ട വിനാശകരമായ ഭൂകമ്പങ്ങൾക്ക് ശേഷം കൊളംബിയയിൽ ഈ ഭൂകമ്പം ആശങ്ക വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.